ഡെങ്കിപ്പനിക്ക് ചുവപ്പ് കാർഡ് എന്ന പദ്ധതിക്ക് കരിമ്പുഴയിൽ തുടക്കമായി. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഡെങ്കിപ്പനിക്കെതിരെ ചുവപ്പ് കാർഡ് എന്ന പദ്ധതി തോട്ടര 16-ാം വാർഡിൽ ചാലപ്പുറത്ത് ഉന്നതിയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ എം ചന്ദ്രമോഹനൻ അധ്യക്ഷത വഹിച്ച യോഗം കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജു കരിയോട് ഉദ്ഘാടനം ചെയ്തു. ഡെങ്കിപ്പനിക്ക് ചുവപ്പ് കാർഡ് എന്ന ഒരു പേരിട്ടുകൊണ്ട് നമ്മളിന്ന് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 20 വാർഡുകളിലും ഭവന സന്ദർശനം നടത്തി ആളുകളെ ബോധവൽക്കരിക്കുകയാണ്. ഈ പരിപാടി മറ്റ് എല്ലാ പരിപാടികൾക്കും വ്യത്യസ്തമായിക്കൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്, അവരുടെ മേറ്റന്മാരും, അതേപോലെ ആശാപ്രവർത്തകരും, അതേപോലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ ജീവനക്കാരുമാണ് ഈ പരിപാടി നേതൃത്വം കൊടുക്കുന്നത്. എല്ലാ വാർഡിലും കരിമ്പുഴ പഞ്ചായത്തിൽ ഇന്ന് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിഗംഭീരമായ ഈ ഒരു ശുചീകരണത്തോടു കൂടി കരിമ്പുഴ പഞ്ചായത്തിലെ ഡെങ്കിപ്പനി കേസുകൾ ഏതാണ്ട് അവസാനിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് പദ്ധതി വിശദീകരിച്ചു. ഒരുപക്ഷേ ഒരു ജനകീയ ഇടപെടലിൻ്റെ മുഖം ഡെങ്കിപ്പനി പ്രതിരോധ നടപടികളുമായി, അല്ലെങ്കിൽ മഴക്കാല പൂർവ്വ ശുചീകരണം തൊട്ട് മഴക്കാല സമയത്തുള്ള ഒരു ശുചീകരണ പരിപാടികളിലും ഇടപെടുത്താൻ നല്ല രീതിയിലുള്ള ആ ഒരു മുഖം, ഒരു ജനകീയ മുഖമാക്കി മാറ്റിയെടുക്കാൻ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ പരിപാടിയെക്കുറിച്ച് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. ആദ്യ സമയങ്ങളിൽ കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂൾ, അതുപോലെ തന്നെ കരിമ്പുഴ തോട്ടറ ഹയർ സെക്കൻഡറി സ്കൂൾ, അതുപോലെ തന്നെ SNTT, ഇവിടുത്തെയൊക്കെ NSS വിദ്യാർത്ഥികൾ, തുടർന്ന് അങ്ങോട്ട് വിവിധ CDS ചെയർപേഴ്സൻ്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലൊക്കെ തന്നെ അത്തരത്തിലുള്ള ആളുകൾ, അതുപോലെ തന്നെ ട്രോമാ കെയർ യൂണിറ്റ്, അതുപോലെ വിവിധ സന്നദ്ധ സംഘടനകളായിട്ട് രാഷ്ട്രീയ പ്രവർത്തകരടക്കം വീടുകൾ കയറിയിറങ്ങി കൊതുകുകളുടെ ഉറവിട നിർമ്മാർജ്ജനം വളരെ നല്ല രീതിയിൽ തന്നെ നടപ്പിലാക്കിയതിൻ്റെ ഒരു ഫലം ഇപ്പോൾ ഏകദേശം അനുഭവിക്കാൻ തുടങ്ങിയെന്ന് തന്നെ പറയാം. പനി കേസുകളുടെയൊക്കെ കണക്കുകൾ എടുത്ത് നോക്കുമ്പോൾ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. എന്തായാലും 6 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടുപോവുക എന്നുള്ളതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് ഡെങ്കിക്ക് ചുവപ്പ് കാർഡ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പരിപാടി ഗ്രാമപഞ്ചായത്തിൽ നടത്തുന്നത്. ഉറവിട നിർമ്മാർജ്ജനത്തിൻ്റെ പ്രാധാന്യം ഓരോ വീടുകളിലും വീണ്ടും ബോധ്യപ്പെടുത്തി അവരെ കൂട്ടിച്ചേർത്തുകൊണ്ട് വീടിന് ചുറ്റുമുള്ള അത്തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ തൊഴിലുറപ്പുകാരുടെ പങ്കാളിത്തം കൂടി ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ ഇനി അങ്ങോട്ട് വരുന്ന സമയങ്ങളിലും മഴയുടെ ഏറ്റക്കുറവനുസരിച്ച് വീണ്ടും സോഴ്സുകൾ, കൊതുകുകളുടെ ഉറവിടങ്ങൾ വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഇല്ലാതാക്കാനുള്ള ഒരു നിർദ്ദേശം കൂടി, കർശന നിർദ്ദേശങ്ങൾ കൂടി ആളുകളെ അറിയിക്കുക എന്നുള്ളതിൻ്റെ പരിപാടിയുടെ ലക്ഷ്യം. നല്ല രീതിയിൽ തന്നെ ആ പരിപാടി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 20 വാർഡുകളിലും നല്ല രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനൊരു കണക്കുകളൊക്കെ തന്നെ ഞങ്ങൾ എടുക്കുന്നുണ്ട്, എത്രത്തോളം സോഴ്സുകൾ നമ്മുടെ പഞ്ചായത്ത് ഏരിയയിൽ ഇല്ലാതാക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ. ഗ്രാമപഞ്ചായത്ത് മെമ്പർ സൈദലവി കോരത്ത്, ആശാവർക്കർ ഖദീജ എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്തിലെ 20 വാർഡുകളിലും ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ഗ്രാമപഞ്ചായത്ത് ഭാരവാഹികളും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും അറിയിച്ചു. ഡെങ്കിപ്പനി തടയുന്നതിന്റെ ഭാഗമായി കൊതുക് നിവാരണ യജ്ഞത്തിൽ ഓരോ വാർഡിലും 50-ലധികം തൊഴിലുറപ്പ് പ്രവർത്തകരും, ആരോഗ്യ പ്രവർത്തകരും, സന്നദ്ധ സംഘടനാ പ്രവർത്തകരും കൊതുക് നിവാരണ യജ്ഞ പരിപാടികളിൽ പങ്കെടുത്തു. 20 വാർഡുകളുള്ള ഗ്രാമപഞ്ചായത്തിൽ 1000-ഓളം വരുന്ന പ്രവർത്തകരാണ് കർമ്മരംഗത്ത് ഇറങ്ങിയത്. പദ്ധതി വൻ വിജയമാണെന്നും ഡെങ്കിപ്പനിയെ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ചുവപ്പ് കാർഡ് കാണിച്ച് പുറത്താക്കുമെന്നും പകർച്ചവ്യാധികളുടെ അടിവേരറുക്കും വിധം ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും പഞ്ചായത്ത് ഭരണസമിതിയും ആരോഗ്യവകുപ്പും അറിയിച്ചു.